ഇന്ത്യ തിരിച്ചടി തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് താലിബാന്റെ ഡെപ്യൂട്ടി ആഭ്യന്തരമന്ത്രി മുല്ല മുഹമ്മദ് ഇബ്രാഹിം സദർ ഇന്ത്യയിൽ എത്തി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വലിയ പ്രാധാന്യത്തോടെ അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്നത്. ഇന്ത്യയും താലിബാൻ ഭരണകൂടവുമായി ഈ അടുത്ത കാലത്തൊക്കെ കുറേ ചർച്ചകളും മറ്റും നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെന്ന് ചില മാധ്യമങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റെന്തൊക്കെയോ ആണെന്ന് പാകിസ്ഥാൻ ഉൾപ്പെടെ കരുതുന്നു. താലിബാൻ്റെ ഡെപ്യൂട്ടി ആഭ്യന്തരമന്ത്രിയാണ് ഈ പറയുന്ന മുഹമ്മദ് ഇബ്രാഹിം സയ്യിദ്. ഇദ്ദേഹം അവിടുത്തെ സൈനിക കമ്മീഷൻ തലവനുമായിരുന്നു. ഇറാനുമായിട്ട് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട സമിതിയിൽ അംഗമാണ്. ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ്. ഇദ്ദേഹമാണ് ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. 2016 തൊട്ട് 2020 വരെ താലിബാൻ സൈനിക കമ്മീഷൻ തലവൻ ആയിരുന്നു. ഇറാൻ്റെ സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ട സമിതിയിലുമുണ്ട് ഈ മുല്ല സദർ. അതായത് ഒരേ സമയം രണ്ട് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവാണ്. പാകിസ്ഥാനെ പ്രഖ്യാപിത ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് മുല്ല മുഹമ്മദ് സദർ. ഏതായാലും മുല്ല മുഹമ്മദ് സദർ മെയ് 3-നാണ് ദില്ലിയിലെത്തിയത്. എന്തിനാണ് അദ്ദേഹം ദില്ലിയിലെത്തിയത് എന്ന് ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെയില്ല. ഈ അടുത്ത കാലത്ത് താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ കൂടുതൽ ചർച്ചകളും മറ്റും നടത്തിയിരുന്നു. നമ്മുടെ വിദേശ കാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെ പോവുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിനെ ചില മാധ്യമങ്ങൾ നോക്കിക്കാണുന്നത്. പക്ഷേ പാകിസ്ഥാൻ അടക്കമുള്ളിടത്തെ മാധ്യമങ്ങൾ ഇതിനെ മറ്റൊരു രീതിയിലാണ് നോക്കിക്കാണുന്നത്. തിരിച്ചടിക്ക് മുൻപ് ഇത്തരമൊരു നീക്കം ഇന്ത്യ നടത്തിയിരുന്നോ, ഇല്ലെങ്കിൽ താലിബാൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യക്ക് ഒരു പിന്തുണ ലഭിച്ചിരുന്നോ, അത് ഇറാൻ്റെയും താലിബാൻ്റെ പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ മുല്ല ഇബ്രാഹിം സദർ ഇന്ത്യയിൽ എത്തിയത്? അങ്ങനെ തുടർന്ന് അനവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ വാർത്ത സത്യവുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.